ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ചക്ക കൊണ്ട് അട ഉണ്ടാക്കാം. ചക്ക നാളികേരമൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള അട. ചക്ക അട ഉണ്ടാക്കാൻ വേണ്ട പൊടി ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ. ഈ തിളച്ചത് ഒഴിക്കണം. അതിനിതേ വെള്ളം തിളച്ചു, അതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. തീ ഓഫാക്കുക. ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അടയിലേക്കുള്ള പൊടി ചൂടാറി ഞാൻ കുഴച്ച് എടുത്തതാട്ടാ. നമ്മുടെ ചക്കടയിലേക്കുള്ള ശർക്കര 4 ശർക്കര വലിയ ശർക്കര ഉരുക്കി അരിച്ചത് കേട്ടാ. ശർക്കരയൊക്കെ ഉരുകിയ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചക്ക, ഇതൊരു 6 ചുള ചക്കിന്, പഴുപ്പ് ഇത്തിരി കൂടിയുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ ചക്കയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇത് അരമുറി നാളികേരം ഇട്ടാൽ, കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഏലക്കായും 1 കഷ്ണം ചുക്കും പഞ്ചസാര കൂട്ടി പൊടിച്ചത് ഇളക്കി കൊടുക്കുക. ചക്കടയ്ക്ക് ആവശ്യമായ കൂട്ട് ശരിയായി. വാഴയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഉരുട്ടിയിട്ട് പോലെ ചെയ്തിട്ട് നമുക്ക് അട ഉണ്ടാക്കാം. കനം കുറച്ച് പരത്തണം, എന്നല്ല ആ അടയ്ക്ക് നല്ല ടേസ്റ്റ് വരും. അട നമ്മൾ ഇലയിലൊക്കെ പരത്തി കഴിഞ്ഞു. നമുക്ക് അടയിലേക്ക് ചക്ക നാളികേരം കൂടി കൂട്ടിടാം. വെച്ച് കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുക. അടയെല്ലാം നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി അടപ്പത്ത് വയ്ക്കാം. അട പുഴുങ്ങിയാണ് എടുക്കുന്നത്. അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചക്കട എല്ലാം റെഡിയായി. ഇതുപോലെ നിങ്ങൾ ചക്ക കിട്ടുമ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കുക. ഇത് കഴിച്ച് നോക്കിയിട്ട് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചക്ക വന്നപ്പോൾ എന്തായാലും കഴിക്കാൻ ഒരു കൊതി തോന്നി. അപ്പം ഞാൻ കഴിക്കാട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാട്ടാ. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. ചക്ക കിട്ടുമ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.